ശബരിമലയിൽ ഭക്തജനത്തിരക്കിൽ നേരിയ കുറവ്. ഇന്ന് ഇതുവരെ 40,000-ഓളം ഭക്തരാണ് ഭഗവത് ദർശനത്തിനെത്തിയത്. ഇന്ന് 70,000 ഭക്തർ വെർച്വൽ ക്യൂ വഴിയും 5,000-ഓളം ഭക്തർ സ്പോട്ട് ബുക്കിംഗ് വഴിയും സന്നിധാനത്തേക്ക് എത്തും. അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ആ ഒരു തിരക്ക് ഇപ്പോൾ നേരിയ ഒരു കുറവുണ്ടെങ്കിലും 70,000 തീർത്ഥാടകരാണ് ഇന്നും ശബരീശ ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നതെന്നാലും ഈ ഒരു തിരക്ക് കാണാൻ 18-ാം പടി കയറിയെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ നേരിയ ഒരു കുറവുണ്ട്. വരും ദിവസങ്ങളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇതുവരെ 30,000-ത്തിലധികം തീർത്ഥാടകർ 18-ാം പടി കയറി സന്നിധാനത്തേക്ക് ഇന്ന് നട തുറന്നപ്പോൾ മുതൽ എത്തിയെന്നാണ് ഔദ്യോഗികമായുള്ള ഒരു കണക്ക്. അതോടൊപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് 5,000-ത്തിലധികം ആളുകളാണ് ദർശനത്തിനായി ശബരിമലയിലേക്ക് എത്തിയത്. വരും ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരുക്കുമെന്നാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തുടക്കത്തിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് വലിയ വെല്ലുവിളിയായി ഇവിടെ നിൽക്കുന്നത്. ആ ഒരു പ്രശ്നങ്ങൾക്ക് അടിയന്തരമായ ഇടപെടലിലൂടെ പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രത്യേക അവലോകന യോഗങ്ങളൊക്കെ ചേർന്ന് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തിരക്ക് ഇങ്ങനെ തുടരുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ 18-ാം പടി കയറുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുകയാണെങ്കിൽ ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണം നിലവിൽ 70,000 നിജപ്പെടുത്തിയിരിക്കുന്നത്. ആ എണ്ണം കൂട്ടാനുള്ള ഒരു നേരിയ ആലോചന കൂടി ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ തിരക്ക് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടിക്രമങ്ങളായിരിക്കും അതുണ്ടാകുക. കാരണം വലിയ രീതിയിലുള്ളൊരു ഭക്തജന പ്രതിഷേധം, നേരത്തെ ഈ 70,000 എന്നുള്ള വെട്ടിക്കുറച്ചതിലുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പുനരാലോചിക്കാനുള്ള ഒരു തീരുമാനം ദേവസ്വം ബോർഡും സർക്കാരും ഇപ്പോൾ നടത്തുകയാണ്.